വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് 1st ഓഗസ്റ്റ്. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 3rd ഓഗസ്റ്റ് മുതൽ 7th ഓഗസ്റ്റ് വരെയുള്ള വീക്കാണ്. കഴിഞ്ഞ ആഴ്ചയിൽ മാർക്കറ്റ് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു അപ് ട്രെൻഡിൽ 616 പോയിൻറ്റ്സിൻ്റെ ഒരു റാലിയോടുകൂടി നിഫ്റ്റി റാലി ചെയ്ത് ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,383 നമ്മൾ കഴിഞ്ഞ കുറച്ച് വീക്സായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. മാർക്കറ്റ് ക്രൂഡ് ഓയിലിൻ്റെ $100 താഴേക്ക് വന്നതിന് ശേഷം നിഫ്റ്റി ഒരു 25,000 ഒരു മൂവ്മെൻറ്റാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷേ നമുക്കറിയാം ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ളൊരു റാലി നടക്കുന്നില്ല. വളരെ സ്ലോ ആയിട്ടുള്ള, പക്ഷേ ആ 24,000 മുകളിൽ വന്ന് ട്രേഡ് ചെയ്ത് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ആഴ്ചയും വളരെ നല്ല രീതിയിലുള്ളൊരു ക്ലോസിംഗ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമുക്ക് ഈ ചാർട്ടിൽ നമുക്ക് കാണാം കോവിഡിൻ്റെ സമയത്തുണ്ടായിട്ടുള്ള ഒരു വലിയ കറക്ഷൻ. ജനുവരി 2020 നിഫ്റ്റി 12,431 ലെവലിൽ ട്രേഡ് ചെയ്തിരുന്ന നിഫ്റ്റിയാണ് കോവിഡിൻ്റെ ന്യൂസ് വന്നപ്പോൾ വലിയ കുറച്ച് ദിവസം കൊണ്ട് തന്നെ 7,511 വരെയും കറക്റ്റ് ചെയ്തത് മാർച്ച് 2020 അതിനുശേഷമാണ് പിന്നീടുണ്ടായ 18,000 റാലിയും അതിന് തുടർന്ന് പിന്നെ കഴിഞ്ഞ മാസങ്ങളിലുണ്ടായിട്ടുള്ള 26,373 എന്നുള്ള ഒരു ലൈഫ് ടൈം ഹൈ സെറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ഇപ്പോൾ ഇറാൻ US തമ്മിലുള്ള ഈ വാറിൻ്റെ സിറ്റുവേഷൻ തുടങ്ങിയപ്പോഴാണ് മാർക്കറ്റ് വീണ്ടും ഒരു കറക്ഷനോടെ പോയി വീണ്ടും തിരിച്ചു വന്ന് 24,383 വന്നിട്ടുള്ളത്. എന്തായാലും 25,000 ലെവലിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് ഞാൻ ഇവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ സെൻസെക്സിൻ്റെ ചാർട്ടിലും നമുക്ക് കാണാം വളരെ ക്ലിയർ ആയിട്ട് 2,034 പോയിൻറ്റ്സ് ഉയർന്ന് 78,094 സെൻസെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ആണെങ്കിൽ 1,292 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്ത് 62,915 കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് കാണാം. അതുപോലെ നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ആണെങ്കിൽ 464 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്ത് 19,339 വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നിഫ്റ്റിയുടെ ഒരു 200 DMA നോക്കുകയാണെങ്കിൽ 24,778 വരുന്നത്. ആ ലെവലിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് വരുന്ന ആഴ്ചയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഇന്ത്യയുടെ ഈ ഒരു നമുക്കറിയാം ഇന്ത്യ ഒരു $4 ട്രില്യൺ ഇക്കോണമിയായി മാറിയിരിക്കുകയാണ് നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ ഒരു $4 ട്രില്യൺ ഇക്കോണമിയിൽ നിന്നും അടുത്ത $8 ട്രില്യൺ ഇക്കോണമിയിലേക്ക് ഇന്ത്യയുടെ GDP മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ സെക്ടറുകളിൽ എവിടേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് പ്രോഫിറ്റ് നേടാൻ സാധിക്കുക എന്നുള്ളത് അത് നേരത്തെ മനസ്സിലാക്കുന്നവർക്കാണ് കൂടുതൽ പ്രോഫിറ്റ് നേടാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യയുടെ ഇന്ത്യയുടെ ആ ഫസ്റ്റ് ട്രില്യൺ GDP കോൺട്രിബ്യൂട്ട് ചെയ്തത് സിമെൻറ്റും സ്റ്റീലും അലുമിനിയം പോലെയുള്ള സെക്ടേഴ്സ് ആയിരുന്നുണ്ടെങ്കിൽ ഉണ്ടായ $1 to $4 ട്രില്യൺ എക്കോണമി $1 to $4 ട്രില്യൺ എക്കോണമിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കൂടുതലും വന്നത് IT സർവീസിൽ നിന്നും ഫാർമയിൽ നിന്നും അതുപോലെ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിൽ നിന്നുമായിരുന്നു. പക്ഷേ ഇനിയുള്ള $4 ട്രില്യൺ എക്കോണമിയിൽ നിന്ന് $8 ട്രില്യൺ എക്കോണമിയിലേക്ക് പോകുമ്പോൾ ഏതൊക്കെ സെക്ടേഴ്സ് ആയിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതുപോലെ സെമി കണ്ടക്ടറും ഡിഫൻസും അതുപോലെ നിഷ് ഫാർമ സ്റ്റോക്സും ആയിരിക്കും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ഓൾഡ് ഏജ് സ്റ്റോക്കുകളിൽ നിന്ന് മാറി പുതിയതായിട്ട് വരുന്ന നല്ല കമ്പനികളിലേക്ക് അതിനനുസരിച്ച് മാറുകയും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്താലാണ് നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ കൂടുതൽ റിട്ടേൺ ലഭിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. അതിനനുസരിച്ചുള്ള സർവീസ് അതിനനുസരിച്ചുള്ള നല്ല കമ്പനികളിലേക്ക് നമ്മുടെ ക്യാപിറ്റലിനെ മൂവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്താലാണ് ഈ $4 ട്രില്യൺ to $8 ട്രില്യൺ ഇക്കോണമിയുടെ ആ ഗ്രോത്തിൽ നമുക്ക് നമ്മുടെ വെൽത്ത് ബിൽഡ് ചെയ്യുന്ന പ്രോസസ്സിൽ കൂടുതൽ വെൽത്ത് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓൾഡ് എക്കണോമി സ്റ്റോക്കുകളും ഇവിടെ നിലനിൽക്കും, പക്ഷേ ഇത് നമുക്ക് ഇത്രയധികം വെൽത്ത് ബിൽഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആ സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജോലി എന്ന് പറയുന്നത്. അതിപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ബ്ലാക്ക് ബോക്സ് എന്നുള്ളൊരു സ്റ്റോക്ക് വളരെ നല്ല രീതിയിൽ അതിൻ്റെ ഡാറ്റ സെൻറ്റേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ്സിനനുസരിച്ചുള്ള സ്റ്റോക്ക് വളരെ വലിയ രീതിയിൽ റാലി നടത്തി 100% പ്രോഫിറ്റ് നേടാനായിട്ട് നമ്മളെ സഹായിക്കുകയൊക്കെ ഉണ്ടായില്ല. അപ്പോൾ അതാണ് ഒരു $4 ട്രില്യൺ ഇക്കോണമിയിൽ നിന്ന് $8 ട്രില്യൺ ഇക്കോണമിയിലേക്ക് പോകുമ്പോൾ ഇനി വരുന്ന ആ യാത്രയിലുണ്ടാകുന്ന ഏതൊക്കെ സെക്ടറുകളാണ് കൂടുതൽ മൂവ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക
ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മുടെ പാർട്ടിൽ നിന്നും ഇൻ്റലിജൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അതുപോലെ ക്രൂഡ് ഓയിൽ ഇപ്പോൾ നമുക്കിന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് $84 ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് നമുക്ക് കൃത്യമായിട്ടും കഴിഞ്ഞു എന്ന് പറയാൻ സാധിക്കുന്നില്ല. കാരണം വീണ്ടും വീണ്ടും ഇടയ്ക്ക് പിന്നെയും അറ്റാക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞു എന്ന് പറയാറായിട്ടില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ മാർക്കറ്റ് അതിന് വലിയ രീതിയിലുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വലിയൊരു നല്ലൊരു സൂചനയാണ്. കാരണം കഴിഞ്ഞ ആഴ്ചയെല്ലാം 600 പോയിൻറ്റ്സിലധികമുള്ള റാലിയിൽ നിന്നും കുറേയധികം Q1 റിസൾട്ട്സ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതെല്ലാം വളരെ നല്ലതായതുകൊണ്ടാണ് അങ്ങനെ മൂവ് ചെയ്തിരുന്നത്. അതുപോലെ ഞങ്ങളുടെ വീഡിയോസും അതുപോലെ ഞങ്ങളുടെ ബുക്സും എല്ലാം യൂസ് ചെയ്തുകൊണ്ട് പല ക്ലയൻസും പലരും പല ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും അതിനിടയിൽ തന്നെ വീട്ടിലിരുന്നുകൊണ്ടൊക്കെ തന്നെ അവർക്ക് കുറേയധികം കാര്യങ്ങൾ ചെയ്യാനും പ്രോഫിറ്റ് നേടാനും സാധിക്കുന്നു എന്നുള്ള പല ഫീഡ്ബാക്സിലൂടെ അറിയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അതിലൊരു ഫീഡ്ബാക്ക് ഞാനൊരു വോയിസ് പ്ലേ ചെയ്യാം. അത് നമുക്ക് കൃത്യമായിട്ട് കേട്ടിരിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ആ ഓപ്പർച്യൂണിറ്റീസിനെ ഒരു വീടിൻ്റെ അകത്തിരുന്നാണെങ്കിൽ പോലും നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഫീഡ്ബാക്കാണിത്. സാർ നമസ്കാരം. സാറിന്റെ ബുക്ക് ഞാൻ വായിച്ചിരുന്നു. എനിക്ക് കണ്ണിന് ചില കാഴ്ചയുടെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഫിസിക്കൽ കോപ്പി വായിക്കാൻ പറ്റിയില്ല. ഞാൻ കിൻഡിലാണ് വായിച്ചത്. കിൻഡിൽ സൂം ചെയ്താണ് വായിച്ചത്. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒരുപാട് ഇൻസൈറ്റ് തരുന്ന ഒരു ബുക്കാണ്. ഞാൻ കൂടുതലും ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഞാൻ കൂടുതലും ചെയ്യാറുള്ളത്. അപ്പം ഒരു സ്റ്റോക്കിനെ എങ്ങനെ അനലൈസ് ചെയ്യണം, അതിനെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി, ആ വെയിറ്റിംഗ് പീരീഡിൽ നമ്മുടെ മനസ്സ് ചാഞ്ചാടാകാതിരിക്കാനുള്ള വഴികൾ തുടങ്ങി നന്നായിട്ട് കുറേയധികം കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ബുക്കായിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ സാറ് കഴിഞ്ഞ ആഴ്ച സാറിന്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ കുറച്ചുകൂടെ ലളിതമായിട്ട് കുട്ടികൾക്ക് വേണ്ടിയും സ്കൂൾ കുട്ടികൾക്കും കോളേജ് കുട്ടികൾക്കൊക്കെ പറ്റുന്ന രീതിയിൽ ഒരു ബുക്ക് കൂടി റെഡിയാക്കുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. അതിന് എല്ലാവിധ ഭാവുകങ്ങളും നന്നായിട്ടിരിക്കട്ടെ. ഒത്തിരി നന്ദി സാർ. അതേപോലെ സമ്പാദ്യം മാസിക ഈ ആഴ്ച കിട്ടിയിരുന്നു. സാറ് അയച്ചു തന്നിരുന്നത് മോളുടെ ലേഖനം ഞാൻ വായിച്ചിരുന്നു. വളരെ നന്നായിട്ടുണ്ട്. സാറിന്റെ ലേഖനവും ഞാൻ സ്ഥിരമായിട്ട് വായിക്കാറുള്ളതാണ്. അദ്ദേഹം നമ്മുടെ ക്രിയേറ്റ് വെൽത്ത് വിത്ത് കോൺഫിഡൻസ് എന്നുള്ളൊരു ബുക്ക് നമ്മൾ ലോഞ്ച് ചെയ്തത് കുറച്ച് മാസം മാർച്ച് മന്തിലാണ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ അതിനുശേഷം കുറേയധികം പേര് അത് വായിക്കാനായിട്ട് വായിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹം ഉപയോഗിക്കുന്നത് കിൻഡൽ എഡിഷൻ എന്ന് പറയുന്ന അവരുടെ ഫിസിക്കൽ കോപ്പി വായിക്കാൻ പറ്റാത്തവർക്ക് അല്ലെങ്കിൽ ലഭിക്കാത്ത പുറത്തുള്ള കുറേയധികം റീഡേഴ്സിനൊക്കെ അവർക്കത് കിൻഡൽ എഡിഷനിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ തന്നെ സഹായത്തോടുകൂടി വായിക്കാൻ സാധിക്കും. അപ്പോൾ അതിന് ആ വഴി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആ ബുക്സ് വായിച്ച് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് തന്നതാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ എന്തായാലും ക്രിയേറ്റ് വെൽത്ത് വിത്ത് കോൺഫിഡൻസ് എന്നുള്ള ബുക്ക് ഇത്രയധികം പേരെ അതുപോലെ കുറേ ഏത് ഡിസബിലിറ്റി ഉള്ള ആൾക്കും അത് ഈവൻ വീട്ടിലിരുന്നുകൊണ്ട് പോലും അതിൻ്റെ ഒരു മെത്തേഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രോഫിറ്റ് നേടാനായിട്ട് സാധിക്കുമെന്ന ഒരു കാര്യത്തിലുള്ള ഒരു ഫീഡ്ബാക്കാണ് നമ്മളിപ്പോൾ കേട്ടത്. അതുപോലെ നമ്മൾ കേട്ടിട്ടുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ് വാറൻ ബഫറ്റ് പറയുന്നതാണ്, സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് എ ഡിവൈസ് ഫോർ ട്രാൻസ്ഫറിങ് മണി ഫ്രം ഇംപേഷ്യൻറ്റ് ടു ദ പേഷ്യൻ്റ് എന്ന് പറയുന്നത്. അതായത് ഇമോഷൻ കൺട്രോൾ അല്ലെങ്കിൽ ലോങ് ടൈം കോമ്പൗണ്ടിങ് അതുപോലെ തന്നെ ഷോർട്ട് ടൈം ആയിട്ടുള്ള നോയ്സിനെ ഇഗ്നോർ ചെയ്യുന്നവർ ആണ് കൂടുതൽ വെൽത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ബിൽഡ് ചെയ്യുക. അതിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു സ്റ്റോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസവും അതിനനുസരിച്ച് ഓരോ ദിവസം ന്യൂസിനനുസരിച്ച് നമ്മൾ റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ നല്ല സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതിനുശേഷം ഉണ്ടാകുന്ന വൊളാറ്റിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ ഇഗ്നോർ ചെയ്തുകൊണ്ട് ആ സ്റ്റോക്കിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് വെൽത്ത് ബിൽഡ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു കാര്യം. അത് സ്റ്റോക്ക് മാർക്കറ്റ് ഒരു സ്റ്റോക്കിൻ്റെ കൂടെ നിൽക്കുന്നവരെ തീർച്ചയായിട്ടും റിവാർഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. അപ്പോൾ കുറേയധികം സ്റ്റോക്കുകൾ നമ്മുടെ ഡയമണ്ട് പിക് സീരീസിലൂടെയൊക്കെ നമ്മൾ ചെയ്യുന്നത് അതാണ്. കാരണം ഒരു സ്റ്റോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വൊളാറ്റിലിറ്റി ഉണ്ടാകുമ്പോൾ താഴേക്ക് ആ സ്റ്റോക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും കുറേ കൂടെ ആഡ് ചെയ്യാനായിട്ട് അവസരങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ സ്റ്റോക്കിൽ എപ്പോഴെങ്കിലുമൊക്കെ വലിയ റാലി ഉണ്ടായി നമ്മുടെ ടാർഗറ്റ് മുകളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ വിഡ്രോ ചെയ്തുകൊണ്ട് റിസ്ക് കുറയ്ക്കുന്ന ഒരു മെത്തേഡ്, ഇതെല്ലാം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ വല്ലാതെ ബഹളം വെക്കുന്നവരിൽ നിന്നും
ആ ഓരോ ന്യൂസിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്നവരിൽ നിന്നും വെൽത്ത് കൃത്യമായിട്ട് വളരെ പേഷ്യൻസോടുകൂടി സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ സൈലൻ്റായിട്ട് ഇരിക്കുന്നവരാണ് വെൽത്ത് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം ഇതിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും ഗ്രീഡും ഫിയറും അതുപോലെ ന്യൂസ് ഫ്ലോയും എല്ലാ അതുപോലെ തന്നെ ഒപ്പീനിയൻസിനൊക്കെ അനുസരിച്ചുള്ള വൊളാറ്റിലിറ്റി മാർക്കറ്റിലുണ്ടായിരിക്കും. പക്ഷേ ഇതിനെല്ലാം ഇഗ്നോർ ചെയ്തുകൊണ്ട് നല്ലൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിയുടെ ബിസിനസ്സിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ളതും ആ ബിസിനസ് നല്ലതായി പോകുന്നിടത്തോളം കാലം ഈ കമ്പനിയുടെ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്താലും തിരിച്ചു മുകളിലേക്ക് വന്ന് പ്രോഫിറ്റിലേക്ക് വരും എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നേടാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മളൊരു സ്റ്റോക്ക് ഒരു 10% ഫോൾ ചെയ്യണ സമയത്ത് ഒരു രണ്ട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ഇൻവെസ്റ്റർ എ ആ സ്റ്റോക്കിന് വിൽക്കുകയും മറ്റൊരു സ്റ്റോക്ക് വാങ്ങുകയും ചെയ്യുന്നു. അതേസമയം ഇൻവെസ്റ്റർ ബി ഈ സ്റ്റോക്കിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയും അതിനാ കറക്ഷൻ സമയത്ത് കുറേ കൂടി സ്റ്റോക്കുകൾ ആഡ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന മാർക്കറ്റിൻ്റെ ആ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റിൽ ഈ ക്ലയൻറ്റിന് ഇൻവെസ്റ്റർ എ ഒരുപക്ഷെ ഓൾറെഡി 10% ലോസ് ബുക്ക് ചെയ്തതാണ്, അതിനുശേഷം അടുത്ത സ്റ്റോക്കിൽ പോയി ഇൻവെസ്റ്റ് ചെയ്ത് കൊടുത്താൽ അത് മൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഇൻവെസ്റ്റർ ബി വലിയ രീതിയിൽ വെൽത്ത് ബിൽഡ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റർ എ അവിടെ തന്നെ ലോസിൽ നിൽക്കുന്നതായിരിക്കും പലപ്പോഴും സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ അതാണ് ഏറ്റവും ക്ലിയർ ആയിട്ടുള്ളൊരു വലിയൊരു മെസ്സേജ് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഇറ്റ്സ് എ ഡിവൈസ് ഫോർ ട്രാൻസ്ഫറിങ് വെൽത്ത് ഫ്രം ഇംപേഷ്യൻ ടു ദ പേഷ്യൻ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ എന്തായാലും വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഞാൻ എപ്പോഴും നമ്മൾ ഓരോ വീഡിയോസ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറുള്ളതാണ് രാകേഷ് ജുൻജുൻവാല സാറിൻ്റേത്. അദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നമുക്കൊന്ന് കേൾക്കാം. Why I call them key companies? They should carry two characteristics. Their capital investment and profitability ratio should be low. I mean, they should need very low capital in order to enhance growth, right? And they should buy on credit and sell in cash. I think if a company carries these two characteristics, it has the highest P in the markets. You go to you should take the top 50 Ps in the stock market, price earning ratios. 45 companies will carry this characteristic. അദ്ദേഹം പറയുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും കുറവ് വേണ്ട കമ്പനികളും അതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ ക്യാഷിൽ ക്രെഡിറ്റിൽ സാധനങ്ങൾ വാങ്ങാനും അത് ക്യാഷിൽ വിൽക്കാനും സാധിക്കുന്ന കമ്പനികളെയാണ് അദ്ദേഹം ഈ ഗീ കമ്പനീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികളിൽ പി കൂടുതലായിരിക്കും, പക്ഷേ അങ്ങനെയുള്ള കമ്പനികളിൽ വലിയ വെൽത്ത് ബിൽഡ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ രാകേഷ് ജുൻജുൻവാല സാറിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് വലിയ കാര്യം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ലെസൺസ് അദ്ദേഹം പബ്ലിക്കലി കുറേ സ്പീച്ചുകളിലൂടെ സംസാരിച്ചിട്ടുണ്ട്. അതാണ് പലപ്പോഴും നമ്മുടെ വീഡിയോയിലും ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്. കഴിഞ്ഞ ദിവസത്തിൽ ഫ്രൈഡേയിൽ ഹുണ്ടായുടെ സ്റ്റോക്ക് വലിയൊരു റാലി നടത്തുകയുണ്ടായി. നമുക്ക് അറിയാം ഹുണ്ടായി വളരെ അടുത്ത ആണ് IPO നടത്തിയത്. 1960 ലെവലിലേക്കാണ് IPO നടന്നതെന്നുണ്ടെങ്കിൽ പിന്നീട് സ്റ്റോക്ക് ഒരു 2800 ലെവലിലേക്കൊക്കെ ഒരു വലിയ റാലിയൊക്കെ നടത്തുകയുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നീടൊരു കറക്ഷനിലൂടെ പോവുകയൊക്കെ ഉണ്ടായി. പക്ഷേ ഈ കഴിഞ്ഞ വീക്കിൽ വീണ്ടും ഈ സ്റ്റോക്ക് ഒരു പോസിറ്റീവ് മൊമെൻറ്റം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹുണ്ടായി 2027 ലെവലിലേക്കുള്ള ഒരു മൂവ്മെൻറ്റാണ് കഴിഞ്ഞ ഈ ഫ്രൈഡേയിൽ നടത്തിയിട്ടുള്ളത്. എന്തായാലും ഹുണ്ടായിനെ നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഇനി വരും ദിവസങ്ങളിൽ കീപ്പ് ചെയ്യേണ്ട ഒരു സ്റ്റോക്ക് ആണ് എന്നുള്ളതാണ് ഈ ടെക്നിക്കലായിട്ടുള്ള ഈ ബ്രേക്ക് ഔട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്. അതുപോലെ നമ്മൾ അപ്പോളോ മൈക്രോ സിസ്റ്റംസ് എന്നുള്ള കമ്പനി ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിച്ചതിൻ്റെ ഒരു മെയിലാണ് ഞാൻ ഒരു ഡിസ്ക്ലൈമർ ഉള്ളത്. അപ്പോളോ മൈക്രോ സിസ്റ്റംസ് ഞാൻ എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോയിൽ ഹോൾഡ് ചെയ്യുന്നൊരു സ്റ്റോക്കാണ്. അപ്പോൾ ഇതിൽ എനിക്ക് വന്നൊരു ലെറ്ററാണ് EGM-ന് അറ്റൻഡ് ചെയ്യാനായിട്ട്. EGM എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്നാണ് അർത്ഥമുള്ളത്. അതായത് നമ്മൾ സാധാരണ കേൾക്കുന്ന മീറ്റിംഗ് AGM ആണ്. അതായത് ആനുവൽ ജനറൽ മീറ്റിംഗ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽസൊക്കെ അഡോപ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ആനുവലി നടത്തുന്ന ഒരു മീറ്റിങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും അല്ലേ. പക്ഷേ ഈ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ളൊരു ബിസിനസ് റിക്വയർമെൻറ്റ് അതിന് അപ്രൂവൽ ആവശ്യമുള്ള സമയത്ത് ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് 2 ആനുവൽ ജനറൽ മീറ്റിങ്ങുകളുടെ ഇടയിൽ
ഇടയിൽ കമ്പനി വിളിക്കുന്ന ഒരു മീറ്റിങ്ങിനാണ് EGM എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കഴിഞ്ഞ ദിവസത്തിൽ ഒരു അപ്പോളോ മൈക്രോ സിസ്റ്റംസ് ഒരു EGM വിളിക്കുകയുണ്ടായി. BSEയും NSEയും അവരുടെ ഒരു EGM ഹോൾഡ് ചെയ്യാൻ പറയുകയുണ്ടായി. അപ്പോൾ അവരൊരു സ്റ്റോക്കുകളുടെ പ്രിഫറൻഷ്യൽ അലോട്ട്മെൻറ്റ് നടത്തിയതിനെ തുടർന്ന് അതിനൊരു അപ്രൂവൽ എടുക്കാനായിട്ട് EGM വിളിക്കുകയുണ്ടായി. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ EGM എല്ലാം നമുക്ക് ഓൺലൈനിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതിൽ ഈ മെയിലിനോടനുബന്ധിച്ച് വരുന്ന അതിലെ ലോഗിനിലൂടെ ക്രെഡൻഷ്യൽസിലൂടെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു EGM നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തിനാണ് ഒരു EGM വിളിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷേ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു അർജൻറ്റ് ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ, അപ്പോൾ ഒരു സഡൻ ലീഗൽ ചാലഞ്ചസ് അല്ലെങ്കിൽ ഒരു ക്രൈസിസോ അല്ലെങ്കിൽ ഒരു മേജർ ബിസിനസ് ഡിസിഷൻസ് അത് നെക്സ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് വരെ വെയിറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ സാഹചര്യങ്ങളിലാണ് ഈ EGM വിളിക്കുന്നത്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ചേഞ്ചസ് ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ഒരു വോട്ടിംഗ് ഓൺ ദ റിമൂവൽ ഓഫ് എ ഡയറക്ടർ പോലെ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് റീ അപ്പോയിൻമെൻറ്റ് ഓഫ് എ ഡയറക്ടർ എക്സിക്യൂട്ടീവ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിലും EGM പല കമ്പനികളും വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്ട്രക്ചറൽ ഷിഫ്റ്റ്സ്, അപ്പോൾ അപ്രൂവിങ് മേജർ കമ്പനി ആക്ഷൻസ് ലൈക്ക് മെർജേഴ്സ്, അക്വിസിഷൻസ് ഓർ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ടു കമ്പനി റൂൾസ് ഒക്കെ ചെയ്യണമെങ്കിലാണ് ഈ EGM വിളിക്കുന്നത്. അപ്പോൾ EGM വിളിക്കുന്നു എന്നുള്ളത് കൊണ്ടൊരു പാനിക് ആവേണ്ട സിറ്റുവേഷനോ ഒന്നുമില്ല. അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ അടുത്ത AGM വരെയും ആനുവൽ ജനറൽ മീറ്റിംഗ് വരെയും വെയിറ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്തതുകൊണ്ട് അവർ നടത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ കമ്പനി കണ്ടിന്യൂ ഹോൾഡ് ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ ഈ EGM എങ്ങനെയാണ് ഈ EGMമായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, AGM ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് എല്ലാ ഫിനാൻഷ്യൽ ഇയറിലും ഒരു 12 months ഗ്യാപ്പിൽ നടക്കുന്ന ഒരു കാര്യമാണെങ്കിൽ, EGM പലപ്പോഴും അതിനിടയിൽ പല പ്രാവശ്യം, ചിലപ്പോൾ ഒന്നിലധികം പ്രാവശ്യമൊക്കെ EGM നടക്കാറുണ്ട്. അപ്പോൾ ആർക്കാണ് ഈ EGM വിളിക്കാനുള്ള പവർ ഉള്ളതെന്ന് ചോദിച്ചാൽ നോർമലി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തന്നെയാണ്. അതുപോലെ തന്നെ 10% അധികം ഷെയർ ഹോൾഡേഴ്സിന് വേണമെങ്കിൽ കമ്പനിയുടെ ഡയറക്ടേഴ്സ് അല്ലാതെ 10% ഷെയർ ഹോൾഡേഴ്സിൻ്റെ അവർ ഒരുമിച്ചുകൊണ്ടൊക്കെ ഇതുപോലുള്ള എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിക്കാനുള്ള പ്രൊവിഷൻസൊക്കെ ഉണ്ട്. അത് കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ട ഒരു കാര്യം, നമ്മൾ V-Guard എന്നുള്ള കേരള ബേസ്ഡ് ആയിട്ടുള്ള ഈ കമ്പനി, നമുക്കറിയാം ഒരു 450 ലെവലിൽ നിന്നും ഒരു വലിയ സെൽ ഓഫിലൂടെ കടന്നു പോയി ഈ സ്റ്റോക്ക് ഒരു 288 വരെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മൂവ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് വീക്കിൽ വളരെ നല്ലൊരു റിസൾട്ടോട് ഡിക്ലെയർ ചെയ്തോടുകൂടിയാണ് ഈ സ്റ്റോക്ക് ഒരു റീട്രേസ്മെൻറ്റോടുകൂടി ക്ലോസ് ഒരു 315 ലെവലിലേക്ക് വന്നാണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നല്ല റിസൾട്ടോട് കൂടി V-Guard ഒരു പക്ഷേ ഇവിടെ നിന്നൊരു ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ്, അതായത് 450 നിന്നും 288 ആ ഒരു ഫോളിൻ്റെ ഒരു ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് 61.8% റീട്രേസ്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ ഒരു 389 വരെയൊക്കെയുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് ലഭിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ V-Guard നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തിലും പറഞ്ഞൊരു കാര്യമാണ്, ഒരു സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റോക്കിൻ്റെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് ഓരോ മിനിറ്റിലും നോക്കേണ്ട കാര്യമൊന്നുമില്ല. കമ്പനിയിൽ എത്രയധികം എംപ്ലോയീസ് ഉണ്ട്, അവരെല്ലാം മാനേജ്മെൻ്റ് ഉണ്ട്, അതിന് എക്സിക്യൂട്ടീവ്സ് ഉണ്ട്, അവരെല്ലാവരും ആ കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ, നല്ല രീതിയിലുള്ള ക്വാർട്ടർലി റിസൾട്ട്സും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളതിനെക്കുറിച്ച് ആ സ്റ്റോക്കിൽ ഒരു ഇൻവെസ്റ്റഡ് ആണെന്നുള്ള കാരണം കൊണ്ട് തന്നെ അതിനെപ്പറ്റി വല്ലാതെ വറിഡ് ആവേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കുക, ആ കമ്പനിയുടെ ബിസിനസ് മോഡൽ മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ പ്രോഫിറ്റബിലിറ്റിനെ കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷമൊക്കെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ല. പിന്നീട് എപ്പോഴും നമ്മൾ അതിൻ്റെ പ്രൈസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി പറഞ്ഞാൽ നമ്മുടെ ഒരു വേസ്റ്റ് ഓഫ് ടൈം ആയിരിക്കും എന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് അതിനിടയിൽ കയറി വരികയാണെങ്കിൽ ആ സ്റ്റോക്ക് വിൽക്കണോ എന്നുള്ളൊരു ചോദ്യമായിട്ട് പലപ്പോഴും എൻ്റെ അടുത്ത് പലപ്പോഴും ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു സ്റ്റോക്ക് പലപ്പോഴും ഒന്ന് കറക്റ്റ് ചെയ്യുന്ന ഒരു സമയത്ത് ഇനി എന്ത് ചെയ്യണമെന്നുള്ളൊരു ചോദ്യം. അപ്പോൾ നമ്മളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിയെ വിശ്വസിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. ആ കമ്പനിക്ക് പെർഫോം ചെയ്യാനും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കോമ്പൗണ്ടിങ് ആ പ്രൈസിൽ വരുമ്പോൾ നമുക്ക് വലിയ വെൽത്ത് ആ സ്റ്റോക്ക് ബിൽഡ് ചെയ്ത് തരുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടുകൂടി സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോങ് ടൈമിൽ എന്തായാലും ആ കമ്പനി നമുക്ക് വെൽത്ത് ബിൽഡ് ചെയ്ത് തരും. നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടത് ഒരു ക്വാർട്ടർലി റിസൾട്ട്സൊക്കെ ഒന്ന് ആനലൈസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അല്ലാതെ എല്ലാ ദിവസവും ആ കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ പ്രൈസിൻ്റെ ഒരു മൂവ്മെൻറ്റ് നമ്മളൊരു പക്ഷേ പലരും റിട്ടയർഡ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ സമയം ഡേ ടൈമിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം 1-2
പ്രാവശ്യം പ്രൈസ് നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ അതൊരു മനസ്സിനൊരു ഉന്മേഷം നൽകുന്നൊരു കാര്യമാണെങ്കിൽ നോക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അതിനനുസരിച്ച് നമ്മളിനി ആ ഡെയിലി ഡിസിഷൻസ് ചേഞ്ച് ചെയ്യാനായിട്ടാവരുത് അത് യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ക്വാർട്ടർ വണ്ണിൻ്റെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേയധികം നല്ല കമ്പനികൾ ക്വാർട്ടർ വൺ റിസൾട്ട്സ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചില റിസൾട്ട്സ് നമ്മൾ സെലക്ട് ചെയ്ത കുറച്ച് റിസൾട്ട്സ് മാത്രം നോക്കാം. ഇത് നോക്കൂ, അപ്കോടെക്സ് ഇൻഡസ്ട്രീസ് എന്നുള്ള കമ്പനി കഴിഞ്ഞ ദിവസത്തിൽ ജൂൺ 26 ക്വാർട്ടറിൽ 78.9% ക്രോർസിൻ്റെ നെറ്റ് പ്രോഫിറ്റാണ് ഡിക്ലെയർ ചെയ്തത്. അത് 311% ഗ്രോത്താണ് കമ്പനി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ മറ്റൊരു കമ്പനിയാണ് DCM ശ്രീറാം എന്നുള്ള കമ്പനി 693 ക്രോർസിൻ്റെ നെറ്റ് പ്രോഫിറ്റാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇത് 508% വലിയൊരു ഗ്രോത്താണ് DCM ശ്രീറാം ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ റെഡിങ്ടൺ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വലിയ മൂവ്മെൻറ്റ് കണ്ട ഒരു സ്റ്റോക്കായിരുന്നു. ആ സ്റ്റോക്ക് 453 ലെവലിൽ ആയിരുന്നു ജൂൺ ക്വാർട്ടറിൻ്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്തതെന്നുണ്ടെങ്കിൽ 94% ഗ്രോത്താണ് റെഡിങ്ടൺ റിസൾട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. എന്തായാലും റെഡിങ്ടൺ നമുക്ക് കൃത്യമായിട്ടൊരു വാച്ച് ലിസ്റ്റ് കീപ്പ് ചെയ്യേണ്ട ഒരു സ്റ്റോക്ക് തന്നെയാണ്. അതുപോലെ തന്നെ ഷാഡോ ഫാക്സ് ടെക്നോളജീസ് വലിയ ഗ്രോത്തോടുകൂടി 624% ഗ്രോത്താണ് പ്രോഫിറ്റിൽ വന്നിട്ടുള്ളത്. ജൂൺ ക്വാർട്ടറിൽ 66.2 ആയിരുന്നു കമ്പനിയുടെ റിസൾട്ട് വന്നപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇത് ജൂൺ 25 ക്വാർട്ടറിൽ 9.14 ക്രോഡ്സ് മാത്രം ഉണ്ടായിരുന്ന നെറ്റ് പ്രോഫിറ്റാണ് 624% ഗ്രോത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ആരതി ഇൻഡസ്ട്രീസ് 155 ക്രോഡ്സിൻ്റെ നെറ്റ് പ്രോഫിറ്റാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. 260% ഗ്രോത്താണ് കമ്പനി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ സുപ്രീം പെട്രോകം കഴിഞ്ഞ ദിവസത്തിൽ പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് 236 ക്രോഡ്സിൻ്റെ നെറ്റ് പ്രോഫിറ്റാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇത് 192% ഗ്രോത്താണ് നെറ്റ് പ്രോഫിറ്റിൽ കമ്പനി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ ക്വാർട്ടർ വൺ റിസൾട്ട്സിൽ മറ്റൊരു കമ്പനി RR കേബിൾ 205 ക്രോസിൻ്റെ നെറ്റ് പ്രോഫിറ്റാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇത് 129% നെറ്റ് പ്രോഫിറ്റിലുള്ള ഗ്രോത്താണ് കമ്പനി RR കേബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ IDFC ഫസ്റ്റ് ബാങ്ക് 1075 ക്രോഡ്സിൻ്റെ നെറ്റ് പ്രോഫിറ്റാണ് ക്വാർട്ടറിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇത് 132% ഒരു ഗ്രോത്താണ് കമ്പനി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വീക്കിൽ നമ്മുടെ സ്റ്റോക്സ് ടെക്നിക്കൽ ബ്രേക്കൗട്ടായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു സ്റ്റോക്കാണ് IDFC ഫസ്റ്റ് ബാങ്ക്. എന്തായാലും കമ്പനി മണ്ടയിൽ വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോട് കൂടിയാണ് ഈ നല്ല റിസൾട്ടിനെ അനുബന്ധിച്ച് മുന്നോട്ട് പോയത്. അതുപോലെ കാപ്രി ഗ്ലോബൽ ക്യാപിറ്റൽ ലിമിറ്റഡ് 353 ക്രോർസിൻ്റെ നെറ്റ് പ്രോഫിറ്റാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇത് 102% ഒരു ഗ്രോത്താണ് കമ്പനി നെറ്റ് പ്രോഫിറ്റിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ ബാലാജി അമീൻസ് കഴിഞ്ഞ ക്വാർട്ടറിൽ 78.1 ക്രോറിൻ്റെ നെറ്റ് പ്രോഫിറ്റാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. 114% ഇയർ ഓൺ ഇയർ ഗ്രോത്താണ് നെറ്റ് പ്രോഫിറ്റിൽ കമ്പനി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കുറേയധികം നല്ല കമ്പനികൾ നമുക്ക് നല്ല റിസൾട്ട്സ് കഴിഞ്ഞ വീക്കിൽ നൽകുകയുണ്ടായി. ഈ സ്റ്റോക്കുകളെല്ലാം നമുക്ക് വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ സ്റ്റോക്കുകളുടെ സ്റ്റോക്ക് പ്രൈസുകളും ഇതിനനുസരിച്ച് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. അതുപോലെ കഴിഞ്ഞ വീക്കിൽ ഞങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഡയമണ്ട് പിക്ക് സീരീസായ ഡയമണ്ട് പിക്ക് 35 റിലീസ് ചെയ്യുകയുണ്ടായി. ആ സ്റ്റോക്ക് ഇപ്പോഴും ബൈ റേറ്റിൽ തന്നെയാണ്, ബൈ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡയമണ്ട് പിക്ക് 35 ആരെങ്കിലും വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു 1 to 2 ഇയർ പീരീഡിലേക്ക് വളരെ നല്ല റിട്ടേൺ ലഭിക്കാവുന്ന രീതിയിലുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഗോൾഡൻ പീക്ക് 14 നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് തീർച്ചയായിട്ടും ഇപ്പോഴും കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ഗോൾഡൻ പീക്ക് 14. അതുപോലെ ട്രിപ്പിൾ സേഫ് ഗ്രോത്ത് ലേണിംഗ് പാക്ക്, അതായത് ഒരു ബിഗിനറായിട്ടുള്ള ഒരു നമ്മുടെ മക്കൾക്കൊക്കെ ഒരു ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്നതില്ല, ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുന്നതിന് നമ്മളൊരിക്കലും സ്പെക്കുലേഷൻ ഒരിക്കലും കുട്ടികളെ പഠിപ്പിക്കാതിരിക്കുക. അതേസമയം ഇൻവെസ്റ്റ്മെൻറ്റ് പഠിപ്പിക്കേണ്ടതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ട്രിപ്പിൾ സേഫ് ഗ്രോത്ത് ലേണിംഗ് പാക്ക് എന്നുള്ള പാക്ക്. ആ സ്റ്റോക്കും ആ പാക്കും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വീക്കിൽ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ നോക്കുമ്പോൾ ഈ സ്റ്റോക്കുകൾ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് 22% ഉയർന്നും, റെഡിങ്ടൺ 22% ഉയർന്നും, കോഫോർജ് 19% ഉയർന്നും, ഫസ്റ്റ് സൊല്യൂഷൻസ് 18% ഉയർന്നും, കെയ്ൻസ് ടെക്നോളജീസ് 17% ഉയർന്നും, ലോറസ് ലാബ്സ്
15% ഉയർന്നും, ഗാലന്റ് ഇസ്പാറ്റ് 14% ഉയർന്നും, ഡോക്ടർ ലാൽപത് ലാബ്സ് 12% ഉയർന്നും, PVR ഇനോക്സ് 12% ഉയർന്നും, സൊനാറ്റ സോഫ്റ്റ്വെയർ 12% ഉയർന്നും, കോൺകോർഡ് ബയോടെക് 12% ഉയർന്നും, ഹുണ്ടായി മോട്ടോഴ്സ് 11% ഉയർന്നും, രാമകൃഷ്ണ ഫോർജിങ്സ് 11% ഉയർന്നും, പെർസിസ്റ്റന്റ് സിസ്റ്റംസ് 10% ഉയർന്നും, സി എൻ്റർടൈൻമെൻറ്റ് എൻ്റർപ്രൈസസ് 10% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകളായതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റോക്കുകളെ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് the stocks with the technical breakout for this week. The stocks are Ashok Leyland, SAIL, GAIL, Sonata Software and Jio Financial Services are the stocks. So let's have a look at the chart of Ashok Leyland. Ashok Leyland closed at 166 with a clear breakout. So Ashok Leyland can move up from these levels in the coming weeks. Next stock is Steel Authority of India. Steel Authority of India also corrected and is rebounding from 169 levels. So we can keep Steel Authority of India also in our watch list. Next is GAIL. GAIL also closed at 181 and the stock is also going through an uptrend. GAIL can also move up from this 181 levels. Then fourth stock is Sonata Software. Sonata Software is going through a clear uptrend and closed at 322. Last week's Sonata Software movement, the stock has reached ended in clear uptrend. So keep Sonata Software also in your watch list. Last stock is Jio Financial Services. Stock moved very fast in 256 in last week. So Jio Financial stock can move towards the 300 level in the coming weeks also. So these are the stocks with the technical breakout. I'll repeat the stocks. These stocks are Ashok Leyland, SAIL, GAIL, Sonata Software and Jio Financial Services are the stocks with the technical breakout. Thank you. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിന്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.